മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പ്രീതിപ്പെടുത്താൻ വീണ്ടും ഉത്തരവ്. വാഹനങ്ങളിലെ എയർ ഹോണുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ നിർദ്ദേശം 19 വരെയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. പിടികൂടുന്ന എയർ ഹോണുകൾ നിരത്തിലിട്ട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റോഡ് റോളർ കയറ്റി തകർക്കണമെന്ന വിചിത്ര നിർദ്ദേശം മുതിർന്ന ഉദ്യോഗസ്ഥർ വാട്സാപ്പിലൂടെ നൽകിയിട്ടുണ്ട്. ഗതാഗത മന്ത്രിയെ സംബന്ധിച്ചോളം ഗതാഗത മന്ത്രിയുടെ വകുപ്പിൽ നിന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരുന്ന ഉത്തരവുകൾ സംബന്ധിച്ച് അത് സന്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം. പക്ഷേ അതിലൊക്കെ ഒരു വിചിത്ര സ്വഭാവം ഉണ്ടോ എന്ന് തോന്നുകയാണ്. നമുക്ക് വീണ്ടും ഒരു ചർച്ചയിലേക്ക് തന്നെ വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ ടി എസ് ഹരികൃഷ്ണനും ഒപ്പം രാഹുൽജിനാഥും നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ഈ ഉത്തരവിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഉത്തരവ് ഇറക്കാനുള്ള സാഹചര്യം എന്താണ്? ആദ്യം അത് നമുക്ക് കുറച്ച് തന്നെ അറിയാമല്ലോ. കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് കോതമംഗലത്തെ സംഭവം ഉണ്ടാകുന്നത്. അതൊരു ഹോണുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ ഹോണ് മന്ത്രി ഒരു പ്രശ്നമാക്കി, അപ്പോൾ ഒരു പൊതുപ്രശ്നമായി മാറുന്നു. അങ്ങനെയാണ് ഉത്തരവ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ്. ഇത് എന്ന് പരിഹരിക്കണം? ഒരു ദിവസം വെച്ചാണോ മാസം വെച്ചാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പരിഹരിക്കേണ്ട വിഷയമാണ്, അത് പരിഹരിക്കുക തന്നെ വേണം. പക്ഷേ ഈ റോഡ് റോൾ എന്താണ് അവിടെ വരുന്നതിന്റെ കാര്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല, മാധ്യമങ്ങളെ വിളിച്ച് റോഡ് റോളർ കയറ്റി ഇറക്കണം എന്നാണ് പറയുന്നത് ഈ ഹോണിലൂടെ. അതായത് അത്രമാത്രം ഒരു എന്താ പറയുക, ഒരു നിലപാട് പറയുകയാണ് ഉദ്യോഗസ്ഥർ. കാരണം ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുമ്പോൾ അതിന് ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഒപ്പം മന്ത്രിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് റോളർ കയറ്റി ഇറക്കണം എന്ന് പറയുന്ന ഉത്തരവിലാണോ പറയുന്നത്? സർക്കുലറിലാണോ? അല്ല സർക്കുലർ നമ്മൾ കാണിച്ചപ്പോൾ ചാറ്റ് കാണിച്ചല്ലോ. വാട്സപ്പ് ചാറ്റുകളിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ബാക്കി ഉദ്യോഗസ്ഥർ പറയുകയാണ് ഇന്നതുപോലെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ വികാരം. ഉത്തരവിന്റെ വികാരം ഇതാണ് എന്നുള്ളതാണ്. അതായത് പിടിച്ചെടുക്കുന്ന ഫോണുകൾ, അതായത് ഈ കഥ ഇങ്ങനെയാണ്. വലിയ രീതിയിൽ ഹോണടിച്ച് പോകുന്ന ഹോണുകൾ അത് പിടിച്ചെടുത്തതിന് ശേഷം അത് മാധ്യമങ്ങളിൽ പ്രദർശനം നടത്തണം. മാധ്യമങ്ങളെ വിളിച്ച് പ്രദർശിപ്പിച്ച ശേഷം ഇതെല്ലാം കൂട്ടത്തോടു കൂടി റോഡിലിടണം. ഇട്ടതിന് ശേഷം റോഡ് റോളർ ഉപയോഗിച്ച് അത് കയറ്റണം. അതാണ് ഉദ്യോഗസ്ഥർക്ക് വലിയ രസമുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു ചിരി വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചത്. അതെ, നമുക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഉത്തരവിന്റെ പിന്നിലെ വികാരം ഇതാണ് ചെയ്യേണ്ടത്, നമ്മൾ നടപ്പിലാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. നേരത്തെ പ്രതീക്ഷ ചോദിച്ചതുപോലെ എങ്ങനെ ഇത് വരുന്നു, അത് കോതമംഗലത്തെ സംഭവത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ചെയ്യേണ്ട നടപടിയാണ്, കൃത്യമായി തീർച്ചയായും ചെയ്യേണ്ട നടപടിയാണ്. പക്ഷെ ചെയ്യേണ്ട നടപടി എങ്ങനെ ചെയ്യണം എന്നുള്ള കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരിയും അതിനകത്ത് അമ്പരപ്പും ആശ്ചര്യമൊക്കെ വരുന്നത്. ഹരികൃഷ്ണൻ, നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറാണ് ചിത്രത്തിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുകയാണ്. മന്ത്രിയെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. മന്ത്രി കൊണ്ടുവന്ന സെക്കൻഡ് ടൈമാണ്, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം ടൈമിലാണ് അദ്ദേഹം സെക്കൻഡ് ടൈമിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന സൗദ്ദേശപരമായ തീരുമാനങ്ങൾ, അതുമൂലം KSRTCക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കാണാതെ പോയ കാര്യങ്ങൾ നമ്മൾ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് കാണിച്ചിട്ടുമുണ്ട്. അതിനെയും അദ്ദേഹം സൗദ്ദേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ആസ്പെക്റ്റിലൂടെ കാണണോ, അതല്ല അല്പം ഈ സർക്കുലറുകൾ, ഉത്തരവുകൾ, കാഴ്ചപ്പാടുകൾ അതൊക്കെ കടന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ? പ്രജീഷും രാഹുലും പറഞ്ഞില്ലേ ഇത് ഒരു വിചിത്രമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും അതിൻ്റെ മറ്റൊരു വശം എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ ഈ എയർ ഹോണുകൾ അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അതൊരു കർശന നിർദ്ദേശമാണ്. പക്ഷേ ഇപ്പം നമ്മൾ തന്നെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ എയർ ഹോണുകൾ ബാക്കിൽ വരുന്ന വണ്ടികൾ അടിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് തോന്നും. ഇപ്പോൾ ഈ മന്ത്രി ഇത് പറഞ്ഞതിലുള്ള ഈ നിർദ്ദേശത്തിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഒരു ബേസിക് ഉദ്ദേശം. അതായത് ഇത് ഇപ്പോൾ കണ്ടെത്തി പരിശോധനയിലൂടെ കണ്ടെത്തുന്നു, അവർക്കൊരു ഫൈൻ, പിഴ ഈടാക്കി വിടുന്നു. അവർ വീണ്ടും ചിലപ്പോൾ അത് വെച്ച് വീണ്ടും വരും. ഇതിന് ആ സ്പോട്ടിൽ അത് നശിപ്പിച്ച് കളയുക എന്നുള്ളത് ആ ഉദ്ദേശത്തിലായിരിക്കും എന്നാണ് എനിക്ക്. പക്ഷേ ഒരു മന്ത്രി കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളൊരു പുതിയൊരു ദൃശ്യം കാണിക്കുകയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ഫ്ലൈ ഓവറിന് മുകളിലുള്ള ഒരു ദൃശ്യമാണ്. അവിടെ KSRTC മറ്റ് വാഹനങ്ങൾക്ക് എങ്ങനെ മാതൃകയാകുന്നു, മാതൃകാ ലംഘനം, ചട്ടലംഘനം നടത്തുന്നു എന്ന് ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർ കാണുക. അതായത് KSRTC കാണിക്കുകയാണ് തിരക്കുള്ള റോഡിൽ, ഫ്ലൈ ഓവറിലാണ് കാണിക്കുന്നത് KSRTC, സർക്കസ് കാണിക്കുകയാണ്. അപ്പോൾ മന്ത്രി ഇതൊക്കെ കാണാതെ പോകരുത്. ഒരു ഹോണിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കാണേണ്ട കാര്യങ്ങളുണ്ട്. ശിക്ഷാ നടപടികൾ സ്വന്തം വകുപ്പിലുമൊക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ മന്ത്രി തിടുക്കപ്പെട്ട് ചില കാര്യങ്ങൾ അത് ചട്ടപ്രകാരമല്ലാതെ സ്വീകരിക്കുന്നത്. കാരണം ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അവൻ്റെ പെർമിറ്റ് നിർത്തിക്കൂ എന്ന് പറയുകയാണ്. അതായത് പെർമിറ്റ് നിർത്താൻ അവകാശമില്ല. കാരണം ആദ്യം അതിന് നോട്ടീസ് കൊടുക്കണം, താൻ ചെയ്ത ശിക്ഷ എന്താണെന്നുള്ള കാര്യം അയാളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഓരോ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. മന്ത്രി ഉടനടി ഒരു ഉത്തരവ് പോലെ, രാജഭരണകാലത്തെ ഉത്തരവ് പോലെ അങ്ങ് പ്രഖ്യാപനം നടത്തുന്ന തോന്നൽ ഉണ്ടാകുന്നില്ലേ? അന്ന് നമ്മുടെ പേരൂർക്കടയിലെ KSRTC ഡിപ്പോയിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി സംസാരിച്ചു, ആ ഫ്ലാഗ് ഓഫ് മോട്ടോർ വാഹനങ്ങളുടെ. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അന്ന് നമ്മളെ ഒരുപാട് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വരിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്.
അതായത് ഓരോ സംഭവം വരുമ്പോഴും KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പോയി അവിടെ ഇന്നതാണ് പ്രശ്നം, ചെളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നേരെയാക്കാൻ ഞാൻ മജീഷ്യനൊന്നും അല്ലല്ലോ, ഇതെല്ലാം പടിപടിയായി ചെയ്യും എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ വാർത്തയും ഈ ദൃശ്യങ്ങളും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കാണുകയാണെങ്കിൽ ആ KSRTC ബസ്സിന്റെ നിയമലംഘനം അതിനെതിരെ നടപടി വേണ്ടതാണ്. തീർച്ചയായും അതല്ലേ വേണ്ടത്. തീർച്ചയായും നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ മന്ത്രിക്കെതിരെ ഒരു ആയുധം എടുത്ത് ഇറങ്ങുക എന്നുള്ളതല്ല, ഈ ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണ്. ഇപ്പം ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ പരിപാടി ആളില്ലാതെ റദ്ദാക്കുന്നു. പിന്നീട് എങ്ങനെയാണ് പരിപാടി നടത്തിയത്? ആ പരിപാടി വലിയ ആഘോഷമാക്കി മന്ത്രിക്ക് ആവശ്യപ്പെട്ടതുപോലെ പരിപാടി നടത്തുകയാണ്. തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ അതിന് പിന്നിൽ ഈ കാണിക്കുന്ന രാജഭക്തിയുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാതെ ഇതിന്റെ ഉദ്ദേശശുദ്ധിയോ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മൾ ഗണേഷ് കുമാറിനെ വിളിക്കാൻ ടെലിഫോൺ ലൈനിൽ വിളിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ കിട്ടുന്നില്ല. എന്തായാലും മന്ത്രി ഇക്കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുകയും ന്യൂനതകൾ ഒഴിവാക്കി, കാരണം ആളുകൾക്ക് പൊതുമധ്യത്തിൽ ട്രോളാക്കി മാറ്റാനുള്ള അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി സൗദ്ദേശത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ KSRTC ഇനിയും ഉയരങ്ങളിലേക്ക്, പഴയ ഗരിമയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ.